ഇറാൻ ഇസ്രയേൽ സംഘർഷം കടുക്കുമ്പോഴും ആഗോള വിപണി അത്ഭുതപ്പെടുത്തി സംസ്ഥാനത്ത് സ്വർണ്ണവിലയിൽ കുറവ് രേഖപ്പെടുത്തിയിരിക്കുകയാണ്. അന്താരാഷ്ട്ര വിപണിയിലെ ലാഭമെടുപ്പും ഡോളറിന്റെ മൂല്യത്തിലുണ്ടായ മാറ്റങ്ങളും വില താഴാൻ കാരണമായെന്നാണ് വിലയിരുത്തൽ. പശ്ചിമേഷ്യയിൽ ഇറാൻ ഇസ്രയേൽ സംഘർഷം കടുത്ത സാഹചര്യത്തിൽ കഴിഞ്ഞ ദിവസം സംസ്ഥാനത്തെ സ്വർണ്ണവില കുതിച്ചുയർന്നിരുന്നു. ഇതുപ്രകാരം വരും ദിവസങ്ങളിലും വില ഉയരുമെന്ന ആശങ്കയിൽ ജനങ്ങൾ നിൽക്കെ ആഗോള വിപണി അത്ഭുതപ്പെടുത്തി സംസ്ഥാനത്ത് സ്വർണ്ണവിലയിൽ കുറവ് രേഖപ്പെടുത്തിയിരിക്കുകയാണ്. ഇന്ന് ഗ്രാമിന് 300 രൂപ കുറഞ്ഞ് 15,565 രൂപയും പവന് 2,400 രൂപ കുറഞ്ഞ് 1,24,520 രൂപയുമായി താഴ്ന്നിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം 3,200 രൂപ ഉയർന്ന് 1,26,920 രൂപയിലേക്ക് എത്തിയിരുന്നു. സാധാരണ യുദ്ധ സാഹചര്യങ്ങളിൽ സ്വർണ്ണവില കുതിച്ചുയരുകയാണ് പതിവ്. എന്നാൽ അന്താരാഷ്ട്ര വിപണിയിലെ ലാഭമെടുപ്പും ഡോളറിന്റെ മൂല്യത്തിലുണ്ടായ മാറ്റങ്ങളും വില കുറയാൻ കാരണമായെന്നാണ് വിലയിരുത്തൽ. വില കുറഞ്ഞ സാഹചര്യത്തിൽ സ്വർണ്ണത്തിലേക്ക് കൂടുതൽ നിക്ഷേപകരെത്താൻ സാധ്യതയുണ്ട്. എന്നാൽ യുദ്ധം തുടരുകയാണെങ്കിൽ ഇന്ധനവിലയിൽ ഉണ്ടാകുന്ന വർധനവ് സാധാരണക്കാരെ ബാധിച്ചേക്കുമെന്ന ആശങ്കയും നിലനിൽക്കുന്നുണ്ട്. ആഗോളതലത്തിൽ സ്വർണ്ണവില ഉയർന്നുവെങ്കിലും കേരളത്തിലത് പ്രതിഫലിച്ചില്ല. ആഗോള വിപണിയിൽ ഔൺസിന് $127 വർധനയാണെന്നുണ്ടായത്. 5.358 ഡോളറായാണ് സ്വർണ്ണവില ഉയർന്നത്. 2.43% നേട്ടം സ്വർണ്ണത്തിനുണ്ടായി. US ഇസ്രയേൽ സേനകൾ ഇറാനിൽ നടത്തുന്ന യുദ്ധം തന്നെയാണ് സ്വർണ്ണവില വർദ്ധിക്കാനുള്ള പ്രധാന കാരണങ്ങളിലൊന്ന്. യുദ്ധം 4 ആഴ്ച വരെ നീണ്ടു നിൽക്കുമെന്നാണ് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് കഴിഞ്ഞ ദിവസം അറിയിച്ചത്. ഇതുമൂലം വരും ദിവസങ്ങളിലും സ്വർണ്ണത്തിലേക്കുള്ള നിക്ഷേപം വർദ്ധിക്കാൻ തന്നെയാണ് സാധ്യത. പശ്ചിമേഷ്യയിലെ രാഷ്ട്രീയ സംഘർഷങ്ങൾ സാധാരണക്കാർക്ക് തിരിച്ചടിയാകുമെന്ന് തന്നെയാണ് വിലയിരുത്തൽ. ആഗോള അനിശ്ചിതത്വങ്ങൾ കണക്കിലെടുത്ത് കേന്ദ്ര ബാങ്കുകളും വൻകിട ഫണ്ടുകളും സുരക്ഷിത നിക്ഷേപമെന്ന നിലയിൽ സ്വർണ്ണത്തെ ആശ്രയിക്കുന്നത് വലിയ കുതിപ്പിന് കാരണമായേക്കും. ഈ സാഹചര്യം തുടരുകയാണെങ്കിൽ വില $6,000 വരെ ഉയർന്നേക്കുമെന്നാണ് സാമ്പത്തിക വിദഗ്ധർ പറയുന്നത്. ജനുവരി 1 പവന് 99,040 രൂപയായിരുന്ന സ്വർണ്ണവില ജനുവരി 29 ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന വിലയായ 1,31,160 രൂപയിലേക്ക് എത്തിയിരുന്നു. തുടർന്ന് ഫെബ്രുവരിയിൽ കൂടിയും കുറഞ്ഞുമായിരുന്നു സ്വർണ്ണത്തിന്റെ പ്രകടനം. ഇതിനിടെ ഫെബ്രുവരി 2 1,07,920 രൂപയിലേക്ക് സ്വർണം എത്തിയത് സാധാരണക്കാർക്ക് ആശ്വാസമായിരുന്നുവെങ്കിലും വീണ്ടും കുതിച്ചു കയറുകയായിരുന്നു. എന്നാൽ അപ്രതീക്ഷിതമായി പൊട്ടിപ്പുറപ്പെട്ട യുദ്ധം ഇനി സ്വർണ്ണവിലയിലും വിപണിയിലും എന്തൊക്കെ മാറ്റങ്ങൾ കൊണ്ടുവരുമെന്നാണ് ലോകരാഷ്ട്രങ്ങൾ ഉറ്റുനോക്കുന്നത്. ബിസിനസ് ഡെസ്ക്, സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.